നമസ്കാരം. ഞാനെൻ്റെ ചെറിയൊരു വിഷമം പറയാം. എൻ്റെ വീടിനിപ്പം 6.5 ലക്ഷം രൂപ ലോണുണ്ട്. ജപ്തിയായിട്ടാണ് വീട് നിൽക്കുന്നത്. പിന്നെ ഒരു മന്തിലി ഒരു 20,000 രൂപയോളം EMI അടവുണ്ട് എനിക്ക്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് മക്കളുണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു. അപ്പോൾ മക്കളെല്ലാം കൂടെ പഠിപ്പിക്കാൻ വേണ്ടിയും വളർത്താൻ വേണ്ടിയൊക്കെ ഒരുപാട് കടബാധ്യതയും ലോണും ഒക്കെ കയറ്റി വെച്ചു. ബിസിനസ് ഉണ്ടായിരുന്നു, 2-3 ഷോപ്പുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഒരു 5 വർഷമായിട്ട് ഭാര്യയില്ല, മക്കളൊക്കെ ആയിട്ട് വേറെ നിൽക്കുന്നത്. കാരണം അത് എല്ലാവർക്കും വേണ്ടത് ജോർജ് കുട്ടിയാണ്. അപ്പം ജോർജ് കുട്ടി കുറച്ച് കുറവ് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് ചില ആൾക്കാർ. ഇതല്ലാതെ ചില അയൽവാസികളുണ്ട്, വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ചില അയൽവാസികളുണ്ട്, പക്ക നാറികൾ അവരുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് വേദനകൾ കൂടെ ഞാൻ ഈ ഷായ് എന്ന് പറയുന്ന വ്യക്തി കടന്നു പോകുന്നത്. സിനിമ ഒരു 10-35 സിനിമയിൽ ഞാൻ വന്നു, പക്ഷേ എനിക്ക് നല്ലൊരു റോള് വന്നിട്ടില്ല. അപ്പോൾ ഇപ്പം എനിക്ക് സിനിമയില്ല, ഇനിയിപ്പോൾ കുറച്ച് കഴിയണം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മാനസിക വേദന അനുഭവിച്ചിട്ടാണ് ഞാൻ ഓരോ ദിവസം പോകുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള മനസ്സ് ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. ഞാൻ പറയില്ലേ, 6.5 ലക്ഷം രൂപ വീടിൻ്റെ ലോണ്, വീട് ജപ്തി നിൽക്കുന്നു. പിന്നെ 10-20,000 രൂപ EMI അടവ് മാസം, അതെല്ലാം മാസം എനിക്ക് അടച്ചുകൊണ്ടിരിക്കണം. പിന്നെ അല്ലാതെ ഒരുപാട് കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മാനസിക വേദനകൾ, ഇങ്ങനെ പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസം പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, എന്തുമാത്രം അവസ്ഥ. ഇതൊന്നുമല്ല, പറഞ്ഞാൽ തീരാത്ത അപ്പുറമുള്ള വേദനകൾ വേറെയുമുണ്ട്. ചെയ്യാത്ത തെറ്റിന് വേണ്ടി ക്രൂശിക്കപ്പെടുക, ഒറ്റപ്പെടുത്തുക, അങ്ങനെ പല വേദനകളുണ്ട്. ഈ വേദനയിൽ കൂടെയാണ് ഞാനിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.